Hello my dears, welcome to Fatih's Academy of Easy Learning. ഈ ഒരു വീഡിയോയിൽ +1 ഫിസിക്സിലെ മോഷൻ ഇൻ എ സ്ട്രെയിറ്റ് ലൈൻ എന്ന ചാപ്റ്ററിലെ 15 MCQs ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. MCQs വിത്ത് ആൻസേഴ്സ്. അപ്പോൾ മോഷൻ ഇൻ എ സ്ട്രെയിറ്റ് ലൈൻ എന്ന ചാപ്റ്ററിൽ നമുക്ക് പഠിക്കാനുള്ളത് നമ്മൾ പ്രീവിയസ് ക്ലാസ്സസിൽ പഠിച്ച കാര്യങ്ങൾ തന്നെയാണ്. ഡിസ്പ്ലേസ്മെൻറ്റ്, വെലോസിറ്റി, ആക്സലറേഷൻ, പിന്നെ പൊസിഷൻ ടൈം ഗ്രാഫ്, വെലോസിറ്റി ടൈം ഗ്രാഫ്, പിന്നെ ഇക്വേഷൻ ഓഫ് മോഷൻസ്, 3 ഇക്വേഷൻ ഓഫ് മോഷൻസ്, അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് പ്രോബ്ലംസ്, ഇത്രയും കാര്യങ്ങൾ നമുക്കിതിൽ പഠിക്കാനുള്ളൂ. വളരെ എളുപ്പമുള്ള ചാപ്റ്ററാണ്. അപ്പോൾ അതിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ദ പൊസിഷൻ ഓഫ് ആൻ ഒബ്ജക്റ്റ് മൂവിങ് ഇൻ എ സ്ട്രെയിറ്റ് ലൈൻ ക്യാൻ ബി സ്പെസിഫൈഡ് വിത്ത് റെഫറൻസ് ടു. ഒരു മൂവിങ് ഒബ്ജക്റ്റിൻ്റെ പൊസിഷൻ നമ്മൾ വിത്ത് റെസ്പെക്ട് ടു എ കൺവീനിയൻ്റ്ലി ചൂസൺ ഒറിജിനാണ് നമ്മൾ പറയുക. ഇതിൽ കൊടുത്തിട്ടുള്ള അതർ ഓപ്ഷൻസ് എ ട്രയാങ്കിൾ, ആൻ ആർബിട്രറി സ്റ്റാർ, അനദർ സ്ട്രെയിറ്റ് ലൈൻ. അതൊന്നുമല്ല, ട്രയാങ്കിൾ എന്തായാലും അല്ല, ആർബിട്രറി സ്റ്റാർ ഒന്നുമല്ല, പിന്നെ അനദർ സ്ട്രെയിറ്റ് ലൈനും അല്ല. നമ്മൾ ഏതെങ്കിലും ഒരു കൺവീനിയൻറ്റ് ചൂസൺ ഒറിജിന് വിത്ത് റെസ്പെക്റ്റ് ടു ആണ് ഒരു സ്ട്രെയിറ്റ് ലൈൻ മോഷനിലുള്ള ഒരു ഒബ്ജക്റ്റിൻ്റെ മോഷൻ നമ്മൾ പരിഗണിക്കുന്നത്. ഓക്കെ, എല്ലാ മോഷൻസും നമ്മൾ വിത്ത് റെസ്പെക്ട് ടു എ റെഫറൻസ് ആണ് പറയുക, അല്ലേ? ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ ഒബ്ജക്റ്റ് മൂവ് ചെയ്യുന്നുണ്ട് എന്ന് പറയുന്നത് നമ്മൾ എപ്പോഴാണ് മറ്റൊരു റെഫറൻസിന് വിത്ത് റെസ്പെക്റ്റ് ആണ് പറയുക. അതിന് നമ്മൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ച എക്സാമ്പിൾസ് എന്തൊക്കെയായിരുന്നു? ഒരു ബസ്സിൽ യാത്ര ചെയ്യുന്ന ഒരാൾ, ആ ബസ്സിൽ യാത്ര ചെയ്യുന്ന ഒരാൾക്ക് അയാൾ ബസ്സിലിരിക്കുമ്പോൾ വിത്ത് റെസ്പെക്റ്റ് ടു അയാൾക്ക് ആ ബസ്സിനെ സംബന്ധിച്ചിടത്തോളം എന്താണ്, അയാൾ മൂവ് ചെയ്യുന്നില്ല. പക്ഷേ പുറമെ നിന്നൊരാൾ നോക്കുകയാണെങ്കിൽ പിന്നെ അയാൾ മൂവ് ചെയ്യുന്നുണ്ട്, അല്ലേ? അപ്പോൾ വിത്ത് റെസ്പെക്റ്റ് ടു എ റെഫറൻസ് പോയിൻ്റാണ് നമ്മൾ മോഷൻ പറയുന്നത്. അപ്പോൾ സ്ട്രെയിറ്റ് ലൈൻ മോഷന് വിത്ത് റെസ്പെക്റ്റ് ടു കൺവീനിയൻ്റ് ഒറിജിനാണ് നമ്മൾ എന്ത് പറയുക, ആ ഒരു പർട്ടിക്കുലർ ഒബ്ജക്റ്റ് മൂവ് ചെയ്യുന്നുണ്ടോ ഇല്ലേ എന്ന് പറയാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. എ മോഷൻ ഇൻ എ സ്ട്രെയിറ്റ് ലൈൻ. ഒരു മോഷൻ ഇൻ എ സ്ട്രെയിറ്റ് ലൈൻ നമ്മൾ പരിഗണിക്കുമ്പോൾ എങ്ങനെയാണ് അതിൻ്റെ കാര്യങ്ങൾ എങ്ങനെയാണ് വരുന്നതെന്നാണ് നോക്കുന്നത്. ഫസ്റ്റ് ഓപ്ഷൻ, പൊസിഷൻ ടു ദ ലെഫ്റ്റ് ഓഫ് ദ ഒറിജിൻ ഈസ് ടേക്കൺ ആസ് പോസിറ്റീവ് ആൻഡ് ടു ദ റൈറ്റ് ആസ് നെഗറ്റീവ്. അങ്ങനെയാണോ എടുക്കുക? അതോ മോഷൻ ടുവേർഡ്സ് ഒറിജിൻ ഈസ് പോസിറ്റീവ് ആണോ? അതോ തേർഡ് ഓപ്ഷൻ, പൊസിഷൻ ടു ദ റൈറ്റ് ഓഫ് ദ ഒറിജിൻ ഈസ് ടേക്കൺ ആസ് പോസിറ്റീവ് ആൻഡ് ടു ദ ലെഫ്റ്റ് ആസ് നെഗറ്റീവ്, ഓർ മോഷൻ അവേ ഫ്രം ഒറിജിൻ ഈസ് പോസിറ്റീവ്. നമ്മൾ സ്ട്രെയിറ്റ് ലൈൻ മോഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ ഡയറക്ഷനിൽ സ്ട്രെയിറ്റ് ലൈൻ ആയിട്ടുള്ള മോഷനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, സ്ട്രെയിറ്റ് ലൈൻ മോഷൻ എന്ന് പറയുന്നത്. അത് എക്സ് ആവാം, വൈ ആവാം, സെഡ് ആവാം, ഏത് ഡയറക്ഷനിലും ആവാം. പക്ഷേ ഒറ്റൊരു ഡയറക്ഷനിൽ മാത്രമുള്ള ആ മോഷനെങ്കിൽ അത്തരം മോഷനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, സ്ട്രെയിറ്റ് ലൈൻ മോഷൻ എന്ന് പറയുന്നത്. ആ സ്ട്രെയിറ്റ് ലൈൻ മോഷനിൽ നമ്മൾ എപ്പോഴും പരിഗണിക്കുമ്പോൾ അതിൻ്റെ റൈറ്റ് ഓഫ് ദ ഒറിജിൻ്റെ റൈറ്റ് പോർഷനിൽ നമ്മൾ പോസിറ്റീവായിട്ടും ഒറിജിൻ്റെ ലെഫ്റ്റ് പോർഷനിൽ നമ്മൾ എന്ത് ചെയ്യുന്നത്, നെഗറ്റീവായിട്ടാണ് എടുക്കുക. അപ്പോൾ നമ്മുടെ ഓപ്ഷൻ എന്താ വരിക? സി, പൊസിഷൻ ടു ദ റൈറ്റ് ഓഫ് ദ ഒറിജിൻ ഈസ് ടേക്കൺ ആസ് പോസിറ്റീവ് ആൻഡ് ടു ദ ലെഫ്റ്റ് ആസ് നെഗറ്റീവ്. അതാണ് ആൻസർ വരിക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, പാത്ത് ലെങ്ത്. പാത്ത് ലെങ്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? പാത്ത് ലെങ്ത്തും ഡിസ്പ്ലേസ്മെൻറ്റും വ്യത്യാസമുണ്ട്, അല്ലേ? പാത്ത് ലെങ്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഒബ്ജക്റ്റ് ഒരു പർട്ടിക്കുലർ മോഷനിൽ മൊത്തം കവർ ചെയ്യുന്ന ദൂരത്തെയാണ് നമ്മൾ എന്ത് പറയുന്നത്, പാത്ത് ലെങ്ത് എന്ന് പറയുന്നത്. പിന്നെ ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഏറ്റവും ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ 2 പോയിൻറ്റ്സ്, അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ പാത്ത് ലെങ്ത് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു പർട്ടിക്കുലർ പോയിന്റിൽ നിന്ന് മറ്റൊരു പർട്ടിക്കുലർ പോയിന്റിലേക്ക് നമുക്ക് പല വഴികളിലൂടെയും പോകാം. അപ്പോൾ നമ്മൾ ആ പോകുന്ന വഴികളിൽ നമ്മൾ ചൂസ് ചെയ്യുന്നതിനനുസരിച്ച് ആ പോകുന്ന വഴിയുടെ ദൂരവും വ്യത്യാസം ഉണ്ടാവില്ലേ? അപ്പോൾ പാത്ത് ലെങ്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടോട്ടൽ ഡിസ്റ്റൻസ് കവേർഡ് ഡ്യൂറിങ് എ മോഷൻ ആണ് എന്ത്, പാത്ത് ലെങ്ത് എന്ന് പറയുന്നത്. എന്നാൽ ഏത് രണ്ട് പോയിൻറ്റ്സും തമ്മിൽ ഏറ്റവും ചെറിയ ഒരു ദൂരം ഉണ്ടാകും, ആ ദൂരത്തിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറയുന്നത്. ദ പാത്ത് ലെങ്ത് ഈസ് ഡിഫൈൻഡ് ആസ് ദ ടോട്ടൽ ലെങ്ത് ഓഫ് ദ പാത്ത് ട്രാവേഴ്സ്ഡ് ബൈ ആൻ ഒബ്ജക്റ്റ് അൺലൈക്ക് ഡിസ്പ്ലേസ്മെൻറ്റ് വിച്ച് ഈസ് ദ ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ 2 പോയിൻറ്റ്സ്. ഓക്കെ, നെക്സ്റ്റ്, പാത്ത് ലെങ്ത് വെക്റ്റർ ക്വാണ്ടിറ്റി ആണോ, സ്കാലർ ക്വാണ്ടിറ്റി ആണോ, അതോ ഡിറൈവ്ഡ് യൂണിറ്റ് ആണോ, അതോ ടെൻസർ ആണോ എന്നാണ് ചോദ്യം. പാത്ത് ലെങ്ത് നമുക്കറിയാം, ഇറ്റ്സ് എ
സ്കാലർ ക്വാണ്ടിറ്റി. അവിടെ മാഗ്നിറ്റ്യൂഡിന് മാത്രമേ വാല്യൂ ഉള്ളൂ, നമ്മൾ ഏതിലൂടെ പോയി എന്നുള്ളതൊന്നും നമ്മളിവിടെ പരിഗണിക്കുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ഇതൊരു വെക്റ്റർ അല്ല. പിന്നെ ടെൻസർ, അതിനെക്കുറിച്ച് നമ്മൾ ചിന്തിക്കേണ്ട ആവശ്യമില്ല. ഇതൊരു ഡിറൈവ്ഡ് യൂണിറ്റും അല്ല. പാത്ത് ലെങ്ത് എന്താണ്, അതിൻ്റെ യൂണിറ്റ് അത് മീറ്റർ തന്നെയാണ് വരിക. അപ്പോൾ ഇറ്റ് ഈസ് എ സ്കാലർ ക്വാണ്ടിറ്റി, നോട്ട് ടെൻസറും ഡിറൈവ്ഡ് യൂണിറ്റോ വെക്റ്ററോ അല്ല. സോ ദ ആൻസർ ഇസ് ഓപ്ഷൻ സി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇസ് ഇൻ കൈനമാറ്റിക്സ് വി സ്റ്റഡി വേസ് ടു. കൈനമാറ്റിക്സിൽ നമ്മൾ എന്താ പഠിക്കുന്നത്? കൈനമാറ്റിക്സിൽ നമ്മൾ പഠിക്കുന്നത് വെറും മോഷൻ. ആ മോഷന് എന്തുകൊണ്ടാണ് ആ മോഷൻ ഉണ്ടായി, അതല്ലെങ്കിൽ ആ മോഷന് കാരണമായിട്ടുള്ള ഫോഴ്സസോ കാര്യമോ ഒന്നും നമ്മൾ കൈനമാറ്റിക്സിൽ പഠിക്കുന്നില്ല. അതൊക്കെ നമ്മൾ പഠിക്കുന്നത് ഡൈനാമിക്സിലാണ്. കൈനമാറ്റിക്സിൽ നമ്മൾ ആ മോഷൻ, അത് എന്ത് ടൈപ്പ് ഓഫ് മോഷനാണ്, സ്ട്രൈറ്റ് ലൈൻ മോഷനാണോ, അത് മോഷന് പ്ലെയിൻ ആണോ എന്നുള്ള കാര്യങ്ങൾ മാത്രം, അല്ലെങ്കിൽ ആ മോഷനായിട്ട് വിത്ത് റെസ്പെക്ട് ടു അതിൻ്റെ വെലോസിറ്റി അല്ലെങ്കിൽ ആക്സിലറേഷൻ, അങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രമേ നമ്മൾ കൈനമാറ്റിക്സിൽ നോക്കുന്നുള്ളൂ. പക്ഷേ അതിൻ്റെ ആ മോഷന് കാരണമാകുന്ന ഫോഴ്സസിനെ കുറിച്ചൊക്കെ നമ്മൾ എവിടെയാണ് നോക്കുക? നമ്മൾ ഡൈനാമിക്സിലാണ് നോക്കുക. ഓക്കെ, അപ്പോൾ ഡിസ്ക്രൈബ് മോഷൻ വിത്തൗട്ട് ഗോയിങ് ഇൻ ടു ദ കോസസ് ഓഫ് മോഷൻ എന്നുള്ളതാണ് കൈനമാറ്റിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ എക്സ്പ്ലനേഷൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യന്, ഫോർ മോഷൻ ഇൻ 3 dimension വി നീഡ്. മോഷൻ ഇൻ 3 dimensional മോഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു പർട്ടിക്കുലർ കേസിൽ ഇപ്പോൾ നമ്മൾ സാധാരണ ഇപ്പം നമ്മൾ ഒരു കാറിൻ്റെ മോഷൻ, ഇപ്പോൾ അതല്ലെങ്കിൽ ഒരു ട്രെയിന്, പിന്നെ ഒരു ബസ്, ഇതിൻ്റെയൊക്കെ മോഷനെ നമുക്കൊരു മോഷനെ സ്ട്രെയിറ്റ് ലൈനായിട്ട് നമുക്ക് പരിഗണിക്കാം അല്ലേ? പക്ഷേ അങ്ങനെ അല്ല. നമുക്ക് ഇനി 3 dimensional മോഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എക്സാമ്പിൾ എപ്പോഴും ചെറിയ കുട്ടിയിലെ നമ്മൾ പഠിച്ച എക്സാമ്പിൾ എന്താണ്? ഒരു ബട്ടർഫ്ലൈ അതിങ്ങനെ പറന്നു പോകുന്നത്, അതല്ലെങ്കിൽ ഒരു പക്ഷി അത് പറന്നു പോകുന്നത്, അവിടെ നമുക്ക് ഒരൊറ്റ പെർട്ടിക്കുലർ ഡയറക്ഷൻ മാത്രം എടുത്താൽ പോരാ. XYZ എല്ലാ ആക്സിസിനെയും നമുക്ക് പരിഗണിക്കണം. അപ്പോൾ മോഷൻ പ്ലെയിനിൽ 3 frames ഓഫ് റെഫറൻസസ് ആണ് നമ്മൾ എടുക്കുക. 2 frames ഓഫ് റെഫറൻസ് ആണ് നമ്മൾ എടുക്കുക. ഒന്ന് നമ്മുടെ ടൈമും അവിടുത്തെ റെഫറൻസാണ്. രണ്ടാമത്തത് ഏതാണ്? നമ്മളുടെ XYZ എന്നുള്ള 3 പെർപെൻഡിക്കുലർ ആക്സിസും അവിടുത്തെ പിന്നെ റെഫറൻസസ് ആണ്, ഫ്രെയിം ഓഫ് റെഫറൻസസ് ആണ്. ഈ 2 കാര്യങ്ങൾ വിത്ത് റെസ്പെക്റ്റ് ടു ഉള്ളൂ നമുക്ക് മോഷൻ ഇൻ എ പ്ലെയിൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ അതിൻ്റെ ആൻസർ എന്താണ്? ഫ്രെയിം ഓഫ് റെഫറൻസ് കൺസിസ്റ്റിംഗ് ഓഫ് എ ക്ലോക്ക് അല്ലെങ്കിൽ ടൈമാണത്. ടൈം ആൻഡ് എ കാർട്ടീഷ്യൻ സിസ്റ്റം ഹാവിങ് 3 മ്യൂച്വലി പെർപെൻഡിക്കുലർ ആക്സിസ്, സേ X, Y ആൻഡ് Z. അത് ഓപ്ഷൻസൊക്കെ നിങ്ങൾ വായിച്ചു നോക്കാം കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇസ് 7th one. For 1 dimensional motion, displacement is the change in position and is given by. ഏതാണ് അതിൽ വരിക? ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഒരു X1 എന്നുള്ള പോയിന്റിൽ നിന്ന് X2 എന്നുള്ള പോയിന്റിലേക്ക് ഒരു വസ്തു മൂവ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടെ ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ചേഞ്ച് ഇൻ ഇറ്റ്സ് പൊസിഷൻ. അത് ആക്ച്വലി ആദ്യം എവിടെയായിരുന്നു, രണ്ടാമത് എവിടെയായിരുന്നു, അതിലുള്ള പൊസിഷനിൽ വന്ന മാറ്റത്തിനെയാണ് നമ്മൾ ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഡിസ്പ്ലേസ്മെൻറ്റ് നമ്മൾ Δx എന്ന് പിന്നെ പരിഗണിക്കുകയാണെങ്കിൽ X2 മൈനസ് X1 ആണ് എന്ത് വരിക? ഡിസ്പ്ലേസ്മെൻറ്റ്. അതായത് വേർ X2 is the final position and X1 is the initial position. ഓക്കെ, ഇതിൽ എക്സ്പ്ലനേഷനൊക്കെ ഇതിലുണ്ട്, അത് നിങ്ങൾ വായിച്ച് നോക്കാം കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? ഡിസ്പ്ലേസ്മെൻറ്റ് ഈസ് എ ഡാഷ്. ഡിസ്പ്ലേസ്മെൻറ്റ് ഈസ് എ ടെൻസർ ആണോ, വെക്റ്റർ ആണോ, സ്കാലർ ആണോ, ഹെക്ടർ ആണോ? ഹെക്ടറൊക്കെ നമ്മൾ കൺഫ്യൂഷൻ ആക്കാൻ വേണ്ടി തന്നിരിക്കുകയാണ്. ടെൻസറിനെ കുറിച്ച് നമുക്ക് ചിന്തിക്കേണ്ട ആവശ്യമില്ല. അത് 3 dimensional അല്ലെങ്കിൽ മൾട്ടിപ്പിൾ ഡയമെൻഷനിലാണ് അത് വരിക. പിന്നെ സ്കാലർ അല്ല. ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ വി വിൽ സേ ഫ്രം എ പോയിൻറ്റ് ടു അനദർ പെർട്ടിക്കുലർ പോയിൻറ്റ്, അങ്ങനെ തന്നെ പറയും, ഒരിടത്തു നിന്ന് മറ്റൊരിടത്തേക്ക്. അപ്പോൾ അവിടെ തന്നെ നമുക്ക് മനസ്സിലാക്കേണ്ടത് അത് സ്കാലർ അല്ല, അവിടെ ഡയറക്ഷൻ ഇമ്പോർട്ടൻസ് ഉണ്ട്. അപ്പോൾ ഡിസ്പ്ലേസ്മെൻറ്റ് ഈസ് എ വെക്റ്റർ. സോ ദ ആൻസർ ഈസ് വെക്റ്റർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, an object is said to be in uniform motion in a straight line if its displacement. എപ്പോഴാണ് ഒരു വസ്തു യൂണിഫോം മോഷനിലാണെന്ന് പറയുക? യൂണിഫോം മോഷനിലാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ വെലോസിറ്റി എല്ലായ്പ്പോഴും സെയിം ആയിരിക്കുന്നതിനാണ് നമ്മൾ എന്ത് പറയുന്നത്? യൂണിഫോം മോഷൻ എന്ന് പറയാം. അപ്പോൾ വെലോസിറ്റി സെയിം ആവാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ പർട്ടിക്കുലർ ഇൻ്റർവെൽ ഓഫ് ടൈമിലും അത് ഈക്വൽ ഡിസ്പ്ലേസ്മെൻ്റ് ആണ് കവർ ചെയ്യുന്നതെങ്കിൽ അത്തരം മോഷനാണ് നമ്മൾ എന്ത് പറയുന്നത്? യൂണിഫോം മോഷൻ എന്ന് പറയുന്നത്. ഇപ്പോൾ ആദ്യത്തെ ഒരു സെക്കൻഡിൽ ഇത് 2 meter കവർ ചെയ്യുന്നുണ്ടെങ്കിൽ അടുത്ത ഒരു സെക്കൻഡിലും അത് 2 meter തന്നെയാണ് കവർ ചെയ്യുക. അതിൻ്റെ അടുത്ത ഒരു സെക്കൻഡിലും അത് 2 meter തന്നെയാണ് കവർ ചെയ്യുക. അത്തരം മോഷനെയാണ് നമ്മൾ എന്ത് മോഷൻ എന്ന് പറയുക?
യൂണിഫോം മോഷൻ എന്ന് പറയാം. യൂണിഫോം മോഷൻ ഇസ് ദ കൈൻഡ് ഓഫ് മോഷൻ ഇൻ വിച്ച് എ ബോഡി കവേഴ്സ് ഈക്വൽ ഡിസ്പ്ലേസ്മെൻറ്റ് ഇൻ ഈക്വൽ ഇൻ്റർവെൽസ് ഓഫ് ടൈം. ഇറ്റ് ഡസ് നോട്ട് മാറ്റർ ഹൗ സ്മോൾ ദ ടൈം ഇൻ്റർവെൽസ് ആർ. അത് എത്ര ചെറിയ ടൈം ഇൻ്റർവെൽ ആണെന്നുള്ളതൊന്നും മൈൻഡ് ചെയ്യേണ്ട. അത് ഓരോ ടൈം ഇൻ്റർവെല്ലും ഒരേ ഈക്വൽ ഡിസ്പ്ലേസ്മെൻ്റ് ആണ് കവർ ചെയ്യുന്നതെങ്കിൽ അത്തരം മോഷനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, യൂണിഫോം മോഷൻ എന്ന് പറയുന്നത്. യൂണിഫോം മോഷൻ യൂണിഫോം വെലോസിറ്റി ആയിരിക്കും അപ്പോൾ ഉണ്ടായിരിക്കുക കേട്ടോ. ഓക്കെ, ആ സമയത്ത് ആക്സലറേഷൻ എന്തായിരിക്കും? ആക്സലറേഷൻ 0 ആയിരിക്കും. കാരണം എന്താണ്? ദർ ഇസ് നോ ചേഞ്ച് ഇൻ വെലോസിറ്റി. വെലോസിറ്റിയിലൊരു വ്യത്യാസം ഉണ്ടാവില്ലല്ലോ. ആക്സലറേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ചേഞ്ച് ഇൻ വെലോസിറ്റി ബൈ ടൈമാണ് ആക്സലറേഷൻ. അപ്പോൾ യൂണിഫോം മോഷനിൽ ദർ ഇസ് നോ ചേഞ്ച് ഇൻ വെലോസിറ്റി, സോ ദർ വിൽ ബി നോ ആക്സലറേഷൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇസ് the change in position or displacement divided by the time interval delta t in which the displacement occur is known as. എന്താണെന്ന് പറയാം? ഡെൽറ്റ എക്സ് ഡിവൈഡഡ് ബൈ ഡെൽറ്റ ടി എന്താണെന്നാണ് ചോദ്യം. ഡെൽറ്റ എക്സ് ഡിവൈഡഡ് ബൈ ഡെൽറ്റ ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആവറേജ് വെലോസിറ്റിയാണ്, സ്പീഡല്ല, ആവറേജ് ആക്സലറേഷൻ അല്ല, ആവറേജ് വെലോസിറ്റി അല്ല. അതെന്താണ്? ആവറേജ് ആവറേജ് വെലോസിറ്റിയാണ്, നോട്ട് സ്പീഡ്, ആക്സലറേഷൻ അല്ലെങ്കിൽ ആവറേജ് ആക്സലറേഷൻ അല്ല. വി ആവറേജിനെയാണ് നമ്മൾ എന്ത് പറയണത്? ഡെൽറ്റ എക്സ് ബൈ ഡെൽറ്റ ടി എന്ന് പറയണത്. ഓക്കെ, അതിൻ്റെ എക്സ്പ്ലനേഷൻ ഉണ്ട്, നിങ്ങൾ ഒന്നുകൂടെ വായിച്ച് നോക്കേണ്ടവർക്ക് അതിൽ വായിച്ച് നോക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ആവറേജ് സ്പീഡ് ഈസ് ഡിഫൈൻ ആസ് ദ ടോട്ടൽ പാത്ത് ലെങ്ത് ട്രാവൽ ഡിവൈഡഡ് ബൈ ദ ടോട്ടൽ ടൈം ഇൻ്റർവെൽ ഡ്യൂറിങ് വിച്ച്. ആവറേജ് സ്പീഡ് എന്ന് നേരത്തെ നമ്മൾ പറഞ്ഞത് ആവറേജ് വെലോസിറ്റി ആയിരുന്നു. ഇത് എന്താ പറയുന്നത്? നമ്മൾ ആവറേജ് സ്പീഡാണ് പറയണത്. ഇപ്പം അതിന് എക്സാമ്പിൾ നമ്മൾ എന്താ പറയുക? ഇപ്പോൾ ഒരു പർട്ടിക്കുലർ പേഴ്സൺ, നമ്മൾ മലപ്പുറത്ത് നിന്ന് കോഴിക്കോട്ടേക്ക് 60 km/h പോയി, അത് 1 മണിക്കൂർ കൊണ്ട് കവർ ചെയ്തു. പിന്നെ അവിടുന്ന് തിരിച്ച് ഇങ്ങോട്ടേക്ക് നമ്മൾ എത്ര km/h ആണ് വന്നത്? 50 km/h ആണ്. പിന്നെ 50 km/h ഇങ്ങോട്ട് തിരിച്ചു വന്നത്. അങ്ങനെ ഉള്ള കേസിൽ, അതായത് ഡിഫറെൻറ്റ് സ്പീഡിലാണ് നമ്മൾ പിന്നെ അങ്ങോട്ടേക്കുള്ള മോഷൻ, അവിടുന്ന് തിരിച്ച് ഇങ്ങോട്ടേക്കുള്ള മോഷൻ വേറെ സ്പീഡിലാണ് ട്രാവൽ ചെയ്തതെങ്കിൽ അങ്ങനെയുള്ള പർട്ടിക്കുലർ കേസിൽ നമ്മൾ ആവറേജ് സ്പീഡ് എങ്ങനെയാണ് കാണുക? ടോട്ടൽ പാത്ത് ലെങ്ത് ഡിവൈഡഡ് ബൈ ടോട്ടൽ ടൈം ഇൻ്റർവെൽ ഡ്യൂറിങ്. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ആവറേജ് സ്പീഡ് എന്ന് പറയുന്നത്. അത് ഏത് പർട്ടിക്കുലർ കേസിനെയാണ് നമ്മൾ പരിഗണിക്കുന്നത്? മൊത്തം ആ മോഷൻ സംഭവിച്ച ആ പർട്ടിക്കുലർ മൊത്തം സമയത്തിന്, അതായത് ആ ഒരു പർട്ടിക്കുലർ മോഷൻ നടന്ന ആ സമയത്ത് അതിൻ്റെ ആവറേജ് സ്പീഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ടോട്ടൽ പാത്ത് ലെങ്ത് ട്രാവൽ ബൈ ദ ടോട്ടൽ ടൈം ഇൻ്റർവെൽ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ആവറേജ് സ്പീഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നെവർ പോസിറ്റീവ് ആണോ, ആൾവേസ് നെഗറ്റീവ് ആണോ, ആൾവേസ് പോസിറ്റീവ് ആണോ, ആൾവേസ് 0 ആണോ? ആവറേജ് സ്പീഡാണ്, നോട്ട് വെലോസിറ്റി. ആവറേജ് സ്പീഡ് ഇസ് ആൾവേസ് പോസിറ്റീവ്. കാരണം എന്താണ്? അവിടെ നമ്മൾ മാഗ്നിറ്റ്യൂഡ് മാത്രമേ എടുക്കുകയുള്ളൂ, അതിൻ്റെ അബ്സല്യൂട്ട് വാല്യൂ ആണ് നമ്മൾ എടുക്കുക. ആവറേജ് സ്പീഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്ന് നമ്മൾ പറഞ്ഞത്? ടോട്ടൽ ഡിസ്റ്റൻസ് ട്രാവൽ ഡിവൈഡഡ് ബൈ ദ ടോട്ടൽ ടൈം ടേക്കൺ ഫോർ ദാറ്റ് പർട്ടിക്കുലർ ജേർണി അല്ലെങ്കിൽ പർട്ടിക്കുലർ മോഷൻ എന്നാണ്. സോ ആവറേജ് സ്പീഡ് ഈസ് ദ അബ്സല്യൂട്ട് വാല്യൂ ആണ്. ദെർഫോർ ആവറേജ് സ്പീഡ് ഈസ് ആൾവേസ് പോസിറ്റീവ്. ഓക്കെ, നെഗറ്റീവ് അല്ല, 0 അല്ല, നെവർ പോസിറ്റീവ് അല്ല. സോ ഇറ്റ്സ് ആൾവേസ് പോസിറ്റീവ് എന്നുള്ള സി ആണ് ആൻസർ. പിന്നെയോ നെക്സ്റ്റ്, ഇൻസ്റ്റൻറ്റേനിയസ് വെലോസിറ്റി ഓർ സിംപ്ലി വെലോസിറ്റി വി അറ്റ് ആൻ ഇൻസ്റ്റൻറ്റ് ടി ഈക്വൽ ടു. ഇൻസ്റ്റൻറ്റേനിയസ് വെലോസിറ്റി അല്ലെങ്കിൽ വെലോസിറ്റി അറ്റ് എ പെർട്ടിക്കുലർ പോയിൻ്റ് ഈസ് ഗിവൺ ബൈ എന്താ വരിക? ഡെൽറ്റ എക്സ് ഡിവൈഡഡ് ബൈ ഡെൽറ്റ ടി. ഇൻസ്റ്റൻറ്റേനിയസ് വെലോസിറ്റിയുടെ എക്സ്പ്രഷനാണത്. ലിമിറ്റ് ടി ടെൻസ് ടു 0 ഡെൽറ്റ എക്സ് ഡിവൈഡഡ് ബൈ ഡെൽറ്റ ടി. അതായത് ഒരു സ്മോൾ ഇൻ്റർവെൽ ഓഫ് ടൈമിൽ ഉണ്ടാകുന്ന ഇൻസ്റ്റൻറ്റേനിയസ് അറ്റ് എ പെർട്ടിക്കുലർ ഇൻസ്റ്റൻറ്റ്, അതിനാണ് നമ്മൾ പറയുന്നത് ഇൻസ്റ്റൻറ്റേനിയസ് വെലോസിറ്റി എന്ന് പറയുന്നത്. അതിൻ്റെ എക്സ്പ്രഷനാണ് വരുന്നത്. ലിമിറ്റ് ടി ടെൻസ് ടു 0 ഡെൽറ്റ എക്സ് ബൈ ഡെൽറ്റ ടി. ഇൻസ്റ്റൻറ്റേനിയസ് വെലോസിറ്റി is expressed in meter per second. Okay, next question. While determining velocity from the position time graph, velocity at any time is the slope of the dash to the point on the graph at that instant. എന്താ പറയുന്നത്? ഒരു പൊസിഷൻ ടൈം ഗ്രാഫിൻ്റെ വെലോസിറ്റി അറ്റ് എനി ടൈം ഈസ് ദ സ്ലോപ്പ്. എന്തിൻ്റെ സ്ലോപ്പാണ് പിന്നെ നമുക്ക് പൊസിഷൻ ടൈം ഗ്രാഫിൽ നിന്ന് വെലോസിറ്റി തരുന്നത്? നമുക്കറിയാം പൊസിഷൻ ടൈം ഗ്രാഫ് എന്ന് പറയുമ്പോൾ ടൈം എലോങ് എക്സ് ആക്സിസും പൊസിഷൻ എലോങ് വൈ ആക്സിസിലും വരച്ചിട്ടാണ് നമ്മൾ പൊസിഷൻ ടൈം ഗ്രാഫ് തരുന്നത്. പൊസിഷൻ ടൈം ഗ്രാഫിൽ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ പോയിന്റിൽ നമ്മൾ വരയ്ക്കുന്ന ടാൻജൻറ്റിൻ്റെ സ്ലോപ്പാണ്
എന്ത് തരിക നമുക്ക് വെലോസിറ്റി തരുന്നത്. ഓക്കെ, അപ്പോൾ അവിടെ ഡാഷിൽ എന്താ വരിക, ടാൻജൻ്റ് ആണ് വരിക അല്ലേ. വെലോസിറ്റി ഈസ് ഡിഫൈൻഡ് ആസ് ദ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് പൊസിഷൻ വിത്ത് റെസ്പെക്ട് ടു ടൈം വിച്ച് മേ ആൾസോ ബി റെഫേർഡ് ടു ആസ് ദ ഇൻസ്റ്റൻറ്റേനിയസ് വെലോസിറ്റി. അതിനെ ഇൻസ്റ്റൻറ്റേനിയസ് വെലോസിറ്റി എന്നും പറയാം. ഒരു ഡിസ്പ്ലേസ്മെൻറ്റ് ടൈം ഗ്രാഫിൽ ഇൻസ്റ്റൻറ്റേനിയസ് വെലോസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു പർട്ടിക്കുലർ ഇൻസ്റ്റൻറ്റിൽ ആ ഒരു പോയിൻറ്റിൻ്റെ നമ്മൾ സ്ലോപ്പ് വരച്ച ആ സ്ലോപ്പ് ടാൻജൻറ്റ് വരച്ച ആ ടാൻജൻറ്റിൻ്റെ സ്ലോപ്പാണ് നമുക്ക് എന്ത് തരുന്നത്, വെലോസിറ്റി തരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇഫ് ദ പൊസിഷൻ ടൈം ഗ്രാഫ് ഇസ് എ സ്ട്രെയിറ്റ് ലൈൻ ദെൻ എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? പൊസിഷൻ ടൈം ഗ്രാഫ് സ്ട്രെയിറ്റ് ലൈൻ ആണെങ്കിൽ നമ്മൾ എന്താ മനസ്സിലാക്കേണ്ടത്, ദ വെലോസിറ്റി ഈസ് കോൺസ്റ്റൻറ്റ്. പൊസിഷൻ ടൈം ഗ്രാഫ് സ്ട്രെയിറ്റ് ലൈൻ ആണെങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താണ്, ഇറ്റ്സ് വെലോസിറ്റി ഈസ് എ കോൺസ്റ്റൻറ്റ്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇത്രയും 15 ക്വസ്റ്റ്യൻസാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. നമുക്കിതുമായിട്ട് ബന്ധപ്പെട്ട പ്രോബ്ലംസൊക്കെ നമുക്ക് അടുത്ത ക്ലാസ്സുകളിലൊക്കെ ആയിട്ട് അപ്ലോഡ് ചെയ്യാം. സോ താങ്ക്സ് ഫോർ വാച്ചിങ്. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിലും നിങ്ങൾക്ക് ചാനൽ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നിങ്ങൾ പിന്നെ ലൈക്ക് ചെയ്യാനൊന്നും മറക്കണ്ട, പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്ന കൂടുതൽ വീഡിയോസുമായിട്ട് വീണ്ടും നമുക്ക് കാണാം. ഓക്കെ.